രാവിലെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ വാഴക്കൂമ്പാണിത് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഉച്ചക്കത്തേക്ക് ഇതായിക്കോട്ടെ തോരൻ. അപ്പോൾ വേഗം തന്നെ ഞാൻ അതിനെ കൊത്തി എറിഞ്ഞ് ഇതേപോലെ ആക്കിയിട്ടുണ്ടേ. നമ്മളിവിടെ വാഴക്കൂമ്പ് എറിഞ്ഞാൽ അതിലെ കറ പോകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ തൂവി നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഓടിപ്പോയിട്ട് തേങ്ങയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും എല്ലാം ഇങ്ങെടുത്ത് അതൊന്ന് ചതച്ചു എടുത്തിട്ടുണ്ട്. പിന്നെ സമയം ഒട്ടും വേസ്റ്റാക്കിയില്ല. ഓടിപ്പോയത് അങ്ങ് തോരനാക്കി എടുത്തിട്ടുണ്ട്. ഉച്ചയായേ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ കഥയും പറഞ്ഞിരിക്കുന്നില്ല കേട്ടോ, അങ്ങ് ചോറ് വിളമ്പുവാണേ. ചോറിൻ്റെ കൂടെ നേരെ അങ്ങ് വാഴക്കൂമ്പ് തോരൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വാഴക്കൂമ്പിൻ്റെ കൂടെ ചെറുപയറും വൻപയറും ഒക്കെ ഇട്ട് തോരൻ വെക്കാറുണ്ട്. ഇന്ന് പക്ഷേ ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് വേണ്ട ചൂരമീൻ കറിയാണ് കേട്ടോ, അതും കുറച്ചിങ്ങെടുത്ത്. ഒഴിച്ചു കറിയായിട്ട് മോരാണ് കേട്ടോ. എനിക്കെന്തോ ഈ മോര് കറിയോട് വല്ലാത്തൊരു പ്രണയമാണ്. മോര് കറി ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും. അപ്പോൾ എങ്ങനെയാ, വിശപ്പിൻ്റെ വിളി വന്ന സ്ഥിതിക്ക് ഞാൻ കഴിച്ചോട്ടെ. അപ്പോൾ എന്നാണ്ട് ഞാൻ കുറച്ച് ചോറും അതിൻ്റെ കൂടെ കുറച്ച് വഴക്കൂമ്പ് തോരനും മീനും എല്ലാം കൂടി എടുത്ത് പെരട്ടി കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അടുത്ത ഉച്ചഭക്ഷണമായിട്ട് നാളെ കാണാം. അതുവരത്തേക്കും ടാറ്റാ.